ഓണസദ്യയൊക്കെ കഴിച്ച് എല്ലാവരും മടുത്തിരിക്കുകയായിരിക്കുമല്ലേ. ഇപ്പം നമുക്കൊരു നാടൻ തോരൻ്റെ റെസിപ്പി നോക്കാം. നമ്മുടെ വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടി നമുക്ക് ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാനിതുപോലെ മുകളിൽ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ടാണ് ഞാനിപ്പോൾ കഴുകിയെടുത്തിട്ടുള്ളത്. കഴുകി വാരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, തേങ്ങ, നല്ല ജീരകം, 2-3 വെളുത്തുള്ളി, പച്ചമുളക്, കുഞ്ഞുള്ളി കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പോഴത്തേനും നമുക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത്. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ പോകാനായിട്ടാണ്. കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ച് നമുക്കതൊന്ന് കഴുകി വാരി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ വൻപയറും ചെറുപയറൊക്കെ ചേർത്ത് എല്ലാവരും തോരൻ വയ്ക്കാറുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.